എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാൻ കുടുംബസമേതം കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ മകൾ എനിക്ക് ഈ പത്രം കൊണ്ട് തന്നു. ആദ്യം എല്ലാ മാസവും എനിക്ക് പത്രം കൊണ്ട് തരുമ്പോഴൊക്കെ ഞാനത് നോക്കാറില്ല, ഞാനത് സോക്കേഴ്സിൽ വെക്കും. എൻ്റെ മകൾ പറയുമായിരുന്നു അമ്മ വെച്ചോ എന്ന്. ഞാനവിടെ വെക്കും. അത്ര അത് കാര്യമാക്കി നോക്കിയില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പത്രം എല്ലാ മാസം കൊണ്ട് തരുമ്പോൾ ഞാനത് എടുത്ത് വെക്കുക, അല്ലാതെ നോക്കാതെ ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പത്രത്തിലൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മാതാവ് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കണ പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആ പത്രം എടുത്തൊന്ന് നോക്കി. അപ്പോൾ അതിൽ ഞാൻ കണ്ടു കൃപാസനം, ഉടമ്പടി എന്നൊക്കെ ഞാൻ കണ്ടു. സാക്ഷ്യങ്ങൾ എഴുതിയേക്കുന്നതും കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ആ പത്രം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. മകൻ അന്നേരം നാട്ടിലായിരുന്നു. അവന് കുവൈറ്റിൽ ജോലി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നാട്ടിലായിരുന്നു. അവൻ PSCക്ക് പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്തുനിന്ന് പോയി. അപ്പോൾ അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അവന് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനം കൊടുത്താൽ ഞാൻ ഈ കൃപാസനം എന്ന സ്ഥലത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ വന്ന് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാനിവിടെ വന്നത്. അവിടെ ഒത്തിരി തിരക്കായതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. പുറത്ത് നിന്ന് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. ആദ്യമായിട്ട് കുവൈറ്റിൽ വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മാതാവ് അന്ന് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് വിളിച്ചു പറയുകയാണ്, അമ്മേ, 1 വർഷം മുമ്പ് ഞാൻ കൊടുത്ത ബയോഡേറ്റ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി, വിളിച്ചു എന്ന്. ഞാൻ അപ്പം തന്നെ തിരിച്ചു വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറാതെ തന്നെ തിരിച്ചു പോയി. ആ ജോലി അവന് കിട്ടി. ഞാൻ തിരിച്ച് കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ജോയിൻ ചെയ്തു. തിരിച്ചു പോയി. എനിക്ക് പത്രമൊന്നും ഇവിടെ നിന്നൊന്നും കിട്ടാറില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പള്ളിയിൽ പോയാലും എനിക്ക് പത്രം കിട്ടാറില്ലായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ആ പത്രങ്ങൾ വീണ്ടും ഞാൻ എടുത്ത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, തിരിച്ചു വന്ന് ഉടമ്പടി എടുക്കാം. വീണ്ടും എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ പിന്നത്തെ കൊല്ലം 2023 മെയ് മാസം 1-ാം തീയതി ഞാനിവിടെ ഇറങ്ങി. 11-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു. നിയോഗം എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ വെച്ചത്. അവനൊരു ജീവിതമാർഗവും അവൻ അധ്വാനിച്ചതിൻ്റെ ജോലിയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 30-ാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 28-ാം തീയതി ആ കോൺട്രാക്റ്റ് വർക്കാണ് എൻ്റെ ഹസ്ബൻഡ് എടുക്കുന്നത്, വർക്ക് കിട്ടി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജൂൺ 16-ാം തീയതി ഞാൻ വെച്ച നിയോഗത്തിൽ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ മകന് PSC വഴി ജോലി കിട്ടി. പഞ്ചായത്തിലാണ് ജോലി കിട്ടിയേക്കണേ. ഒരു ജീവിത പങ്കാളിയെ ഞാൻ ചോദിച്ചായിരുന്നു. അതിന് തിരുവചനങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിർത്തത്തില്ല, നല്ല ഒരു ഇണയെ ഞാൻ ചേർത്ത് തരുമെന്നുള്ള തിരുവചനം എന്നും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തിനോട്. അതുപ്രകാരം ആ ഒരാഴ്ചയിൽ തന്നെ അവന് ജീവിത പങ്കാളിയെ കണ്ടെത്തി തന്നു. അതിനും മാതാവിൻ്റെ വലിയ കൃപയാണെന്ന്. അത് തിരുകുമാരനും മാതാവും തന്നെ എനിക്ക് തന്നതാണെന്ന് എനിക്ക് ആ സമയം തന്നെ പെണ്ണുവീട്ടുകാർ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വലിയ സംഭവം അവിടെ നിന്നു. എൻ്റെ വീട് ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട് പോലെയാണ്. ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിലും എൻ്റെ വീട് ഞാൻ ക്രിസ്ത്യൻസിൻ്റെ വീട് പോലെ എൻ്റെ വീട് വെഞ്ചിരിച്ച് ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ച് അച്ഛൻ വന്ന് വെഞ്ചിരിക്കുകയാണ് ചെയ്തത്. ആ രൂപം കണ്ടതോടുകൂടി ആ വീട്ടുകാർ തിരിച്ചു പോയി റോട്ടിൽ നിന്ന് അവർ തെക്കും വടക്കും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയവേദനയോട് കൂടി ഞാൻ നോക്കി നിന്നു. അപ്പോൾ അവർ തൊട്ടടുത്ത വീടുകളിൽ പോയി ചോദിച്ചു. ആ വീടുകളൊക്കെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളായിരുന്നു. അവരോട് ചോദിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ബോധ്യമായി. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. ആ വീട്ടുകാരും എന്നോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് പറയുക, ആ വീട്ടിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീട് പോലെ തോന്നി. പിന്നെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. അവരറിയാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷകരമായി അവിടുത്തെ ഒരു മാഷ്, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച മാഷ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതും പ്രകാരം ആ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ മാതാവ് തന്ന ജോലിയും കിട്ടി.
ഒരു ജീവിത പങ്കാളിയും കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാതാവിനും എനിക്കും വേണ്ടി ഒരു മുറി പണിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കുവൈറ്റിൽ ജീവിച്ചത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. എൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിനോട് അന്ന് മുതൽ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് മണ്ണും കൊണ്ടുപോയിട്ടു. അന്നേരം എൻ്റെ വീടിന് എനിക്ക് വേണ്ടി ഒരു മുറി പണിയാനുള്ള സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ അതെങ്ങനെയാകും എന്നൊക്കെ മനസ്സിലോർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നപ്പോൾ മാതാവ് തന്നെ ഒരു വഴി കാട്ടി ഒരു ലോണിന് അപേക്ഷിച്ചു. അങ്ങനെ അന്നേരമാണ് ഞാൻ നോക്കുന്നത്, ഞങ്ങളുടെ ആധാരത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ആധാരമായതുകൊണ്ട് ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായി. അതൊന്നും നടക്കില്ല എന്ന് കണ്ടു. എന്നാലും ഞാൻ എൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഞാൻ നടന്നു. അതിന് ആ മിസ്റ്റേക്കുകളൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ നടന്നു. അപ്പോൾ ആ ആധാരത്തിലെ വ്യക്തികൾ ഈ നാട്ടിലേ ഇല്ല, എവിടെയാണെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഓർഫണേജിൽ എല്ലാ മാസവും പോകുമായിരുന്നു. ആ ഓർഫണേജിൽ അവിടുത്തെ അമ്മ ഇരിക്കണതായിട്ട് ഞാൻ കണ്ടു. അവരിൽ നിന്നും വിവരങ്ങളൊക്കെ അറിഞ്ഞ് ശേഖരിച്ച് 2 ആഴ്ച നടന്നെങ്കിലും മാതാവ് എന്നെ അവരെ കാണിച്ചു തന്നു. ആ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നു. ആ മാതാവിൻ്റെ ഒറ്റ മാധ്യസ്ഥം കൊണ്ടാണ് സാധിച്ചതെന്നുള്ളതിന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അവരെ കാണിച്ചു തന്നു. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ അതും സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴും പറയുക, ഇത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചു, സാക്ഷ്യം പറയണില്ലേ എന്ന്. ഇന്ന് വെളുപ്പിനെ ഞാൻ അവിടെ നിന്ന് കയറി. അതിനു മുമ്പ് എനിക്ക് 2 കാര്യങ്ങളും കൂടി പറയാനുള്ളത്. ഈ ഉടമ്പടി എടുത്ത ആയിരക്കണക്കിന് 10,000കണക്കിന് മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുത്തോ അവർ മാറും, അവരെ മാറ്റിയെടുക്കും എന്നുള്ളതിന് ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എപ്പോഴും എൻ്റെ വീട്ടിൽ വഴക്കാളിയായിരുന്നു ഞാൻ. അതിൽ നിന്നും എൻ്റെ അയൽവക്കക്കാരും എൻ്റെ വീട്ടുകാരും അത്ഭുതത്തോടു കൂടി നോക്കുന്നു എൻ്റെ ഈ മാറ്റം. ആ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ മാറി. എന്നും കർത്താവിനോടും മാതാവിനോടും ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ ചോദിക്കാറ്. എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ പശ്ചാത്തപിച്ച് എളിമപ്പെട്ട് ജീവിക്കാൻ ഒരു കരുണ മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എവിടെ ചെന്നാലും കൃപാസനത്തെപ്പറ്റി പറയുമ്പോൾ എന്നെ കളിയാക്കിയവരും ചോദിക്കുന്നവരോടൊക്കെ പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് മാതാവും തിരുകുമാരനും തരുമായിരുന്നു. അവരോടൊക്കെ തിരുകുമാരനെ പറ്റി പറയാനും ആ ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അങ്ങനെ ഇരുന്ന് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ലോൺ പാസ്സായി. എല്ലാ കാര്യങ്ങളും ഇനി മാതാവ് ചെയ്തു തരും ഉറപ്പിച്ചു. അങ്ങനെ ഇരുന്ന് ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാ ആഴ്ചയിലും കുർബാന കാണാനേ എനിക്ക് പറ്റുള്ളൂ. സങ്കടത്തോടെ കണ്ടുവന്ന് അത് സ്വീകരിക്കാനുള്ള എന്തെങ്കിലും എനിക്കൊരു അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകും. അവർക്ക് എൻ്റെ കാശുരൂപം എന്നും എപ്പോഴും കിടക്കുന്നത് വരെ എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ കാശുരൂപം വെച്ചാണ് ഞാൻ രോഗികളെ കാണാൻ പോകുന്നത്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സന്തോഷത്തോടു കൂടി ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അവരെ സന്തോഷത്തോടു കൂടി വരും. അവരെന്നോട് പറയും വീണ്ടും വന്നം എന്ന് എന്നോട് പറയും. ഞാൻ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച രോഗികളെ കാണാൻ പോകും. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ചായ കിട്ടില്ലായിരുന്നു. 3 മണി സമയം ഞാൻ 10 പേർക്ക് കുടിക്കാനുള്ള ചായയും കടിയായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ആ സന്തോഷം കാണുമ്പോൾ ദൈവത്തിന് ഞാൻ മഹത്വപ്പെടുത്തുവാണ്. ആ സന്തോഷം കാണുമ്പോൾ അതെനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് അവർക്ക് ഓരോരുത്തരും. പിന്നെ ഓർഫണേജിൽ ഞാൻ നേരത്തെ കുവൈറ്റിലായിരുന്നപ്പോൾ തന്നെ പങ്കുചേർന്ന ഒരു ഓർഫണേജാണ്. അവിടെ 30 അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് ഓണം, വിഷു, ക്രിസ്മസൊക്കെ വരുമ്പോൾ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചും അവരെ എക്സസൈസ് ചെയ്യിപ്പിച്ചും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെന്നെ വിട്ടുപോകാൻ അനുവദിക്കില്ലാത്ത സ്നേഹമാണ് എനിക്ക് അവരിൽ നിന്നും കിട്ടുന്നത്. അത് വലിയ ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത വില എല്ലാ മാസവും ഞാനിവിടെ വരും. ഒരു ദിവസം ഏതെങ്കിലും ദിവസം വരും. എന്നിട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ആർത്തിയോടുകൂടി കൃപാസന മാതാവിനെ അറിയുമോ എന്ന് ആദ്യം ചോദിക്കും. കൃപാസനത്തിൽ പോകണം, ഉടമ്പടി ഉണ്ട്. അവിടെ പണ്ടൊക്കെ കർത്താവ് നേരിട്ടായിരുന്നു അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നത്. ഇന്ന് സ്വർഗത്തിരുന്നുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അപ്പം തന്നെ ഓരോ അനുഗ്രഹങ്ങൾ തരുന്നത് വലിയ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ തരുന്നത്, ഒട്ടും വൈകാതെ തരുന്നത് നമ്മുടെ ഓരോ പ്രവർത്തികൾ കൂടിയാണത് നമുക്ക് കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കുക. കൂടാതെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള രോഗികൾക്കും ഇന്നും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടെ നിന്ന് പിരിവെടുത്തിട്ടും ജോലി ചെയ്തും അവർക്ക് നാട്ടിൽ സഹായങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷവും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പത്രം കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷിത വേല. പിന്നെ അടുത്തുള്ള രോഗികളെയും വയസ്സായ അമ്മമാരെ കാണാൻ പോകും.
അടുത്തുള്ളവരെയൊക്കെ കാണാൻ പോകും. ഇന്നും ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ച് എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇവരുടെ അടുത്തൊക്കെ ഞാൻ പോവാറ്. അത് സത്യമായിട്ടും ദൈവം നടത്തി തരുന്നുണ്ട്. ഇതെല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ദൈവം തന്നത് ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആൾ തന്നെ മാറുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ചോദിക്കണതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ മാറ്റപ്പെടുത്തിയെടുത്ത് നമ്മുടെ കുടുംബം സന്തോഷവും സമാധാനത്തോടു കൂടി കർത്താവിൽ നിന്നുള്ള സമാധാനം വാരിക്കോരി തരുമെന്നുള്ളതിന് സത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇത്രയും സാക്ഷ്യങ്ങളൊക്കെ പറയാൻ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 2:5 ഉടമ്പടി വചനം അമ്മ നമുക്ക് നൽകിയത് ഇതാണ്: അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈ ഉടമ്പടി വചനത്തെ ഈ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുക? താൻ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ താൻ ഈശോയോട് പറഞ്ഞു, ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഉഭയകക്ഷി ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണത്. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുള്ളത്. ഈ ബന്ധം ഈ മകള് മനസ്സിലാക്കിയത് കൃപാസന പത്രത്തിലൂടെയാണ്. അതായത് ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് വരണം എന്ന് ഈ മകൾക്ക് ഒരറിവുമില്ലായിരുന്നു. എന്നാൽ കൃപാസന പത്രം തനിക്ക് എല്ലാ മാസവും തൻ്റെ മകൾ തരുന്നത്, മകൾക്ക് ആരോ കൊടുക്കുന്നതാണ് ഹോസ്പിറ്റലിൽ. ആ മകൾ നേഴ്സാണ്. അപ്പോൾ ആ പത്രം ഈ അമ്മ എല്ലാ ദിവസവും എടുത്തു വെക്കും, എല്ലാ മാസവും. പക്ഷേ വായിക്കാറില്ല. എന്നാൽ പിന്നീട് എങ്ങനെ അത് വായിക്കാൻ, അത് നെഞ്ചോട് ചേർക്കാൻ, ആ ചൂട് അനുഭവിക്കുവാൻ, തിരുവചനത്തിൻ്റെ ചൂട് നമുക്ക് കിട്ടും. നാം ആ പത്രം, കൃപാസന പത്രം നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ വചനം ജീവനുള്ളതാണ്, സജീവമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ ആ വചനങ്ങൾ അടങ്ങിയ വിശുദ്ധ പത്രമാണത്. ആ പത്രമാണ് ഈ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എത്രയോ പേരായിരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും, അല്ലെങ്കിൽ നാം തന്നെ ഒരു പത്രം കൊടുത്തിട്ട് എത്രയോ മക്കളെ ആയിരിക്കാം നാം മൂലം ഇവിടെ വരാനായിട്ട് ഇടയായിട്ടുള്ളത്. നമുക്ക് തന്നെ ചിന്തിക്കാം. നമുക്കതിന് ഇപ്പോൾ തന്നെ ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. അങ്ങനെ തൻ്റെ ജീവിതം പിന്നീട് മാറി, താൻ തന്നെ മാറി. അതുകൊണ്ട് എസെക്കിയേൽ 36:26 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതല്ലേ ശോഭന എന്ന ഈ മകൾ ഇവിടെ പറയുക. എനിക്ക് വിശുദ്ധ കുർബാനയിൽ കാണാനേ സാധിക്കുന്നുള്ളൂ. അത് പങ്കുകൊള്ളുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നാം വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാവുക. എനിക്കതിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. ഇതൊക്കെ പറയുമ്പോൾ എത്രമാത്രം തീഷ്ണതയാണ് ഈ മകളുടെ ദൈവസ്നേഹത്തിനെന്നുള്ളതാണ് നാം അറിയേണ്ടത്. അങ്ങനെ താൻ ചെയ്യുന്നതൊക്കെ കർത്താവിനെ പ്രതി ഏറ്റവും തീഷ്ണതയോടെ ചെയ്യുകയാണ്, ആർത്തിയോടെയാണ് തിരുവചനം വായിക്കുക. അതുപോലെ താൻ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യണം. അതാണ് ഈ മകൾ ആഗ്രഹിക്കുക. എന്തോ ഒക്കെ ചെയ്തു, അതല്ല, ഉടമ്പടി എടുത്തല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോഴെന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ നാം ആരും ചിന്തിക്കില്ല. ആരെങ്കിലും ചിന്തിച്ചാൽ തന്നെ അതല്ല നാം ചെയ്യേണ്ടത് എന്നുള്ളത് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കില്ല എന്ന് തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. തൻ്റെ മകൻ്റെ ജോലി, ഹസ്ബൻഡിൻ്റെ ജോലി, താൻ ചോദിച്ച ഓരോ കാര്യങ്ങൾ, 30 വർഷത്തിലധികമായ തങ്ങളുടെ പ്രമാണത്തിൻ്റെ കാര്യം, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. അതൊന്നും തനിക്ക് ലഭിക്കാൻ സാഹചര്യങ്ങളില്ലായിരുന്നു, സാധ്യതയില്ലായിരുന്നു. എന്നാൽ അമ്മയുമായിട്ട്, അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിനോട് ചെയ്ത ഉടമ്പടിയാണ് തനിക്കിതെല്ലാം സാധിച്ചു തന്നതെന്ന് ഈ മകൾ ഇന്ന് ലോകത്തിന് മുൻപിൽ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ